Hi students, welcome to our new video. ഫസ്റ്റ് മൊഡ്യൂളിലെ 23ാമത്തെ വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പുതിയ ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ കോമ്പൗണ്ട് ആംഗിൾസ്. അപ്പോൾ എന്താണ് കോമ്പൗണ്ട് ആംഗിൾസ് നോക്കാം. ഡെഫിനിഷൻ: an angle which is made up of sum or difference of two or more angles is called a compound angles. അപ്പോൾ ഒരു ഒന്നിൻ്റെ പറയാൻ പറ്റില്ല, ആംഗിൾസിൻ്റെ സം ഓർ ഡിഫറൻസ്, ടു ഓർ മോർ, രണ്ടിൽ കൂടുതൽ ആംഗിൾസിൻ്റെ സം ഓർ ഡിഫറൻസ്, അതായത് കൂട്ടിയാലോ കുറച്ചാലോ ഉള്ള കിട്ടുന്ന ആംഗിളിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ആംഗിൾസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, തീറ്റയാണ് ഫസ്റ്റ് ആംഗിൾ എന്ന് വിചാരിക്കാം, ഫൈ ആണ് സെക്കൻഡ് ആംഗിൾ. ഇപ്പോൾ തീറ്റയും ഫൈയും എടുക്കണമെന്നില്ല, നിങ്ങൾ എയും ബി എടുത്താലും മതി. ഇനിയിപ്പോൾ മൂന്നാമതൊരു ആംഗിൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ സി എടുത്തോളൂ, എ ബി സി, തീറ്റ ഫൈ. അങ്ങനെയാണെങ്കിൽ എന്താണ് തീറ്റ പ്ലസ് ഫൈ? അതേപോലെ എന്താണ് എ പ്ലസ് ബി പ്ലസ് സി ഓർ എ മൈനസ് ബി ഓർ തീറ്റ മൈനസ് ഫൈ? ആ രീതിയിലുള്ള സം ഓർ ഡിഫറൻസ് ഓഫ് ടു ഓർ മോർ ആംഗിൾസ് ഈസ് കോൾഡ് കോമ്പൗണ്ട് ആംഗിൾസ്. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ കോമ്പൗണ്ട് ആംഗിൾസ് എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആംഗിൾസ് പറയുകയാണെങ്കിൽ നമ്മൾ 45 + 30 എന്ന് പറയാറുണ്ട്. അല്ലെ, എന്താ ഇത് നോക്കുക. അതേപോലെ 45 - 30 ഇതെപ്പോഴും ഉപകാരപ്പെടുകയെന്ന് വെച്ചെങ്കിൽ, നമുക്കിപ്പോൾ tan 45 കണ്ടുപിടിക്കണം, tan 50 കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. tan 50 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? tan 45 - 30 കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, tan 45ൻ്റെ വാല്യൂ നമുക്കറിയാം, tan 30യുടെ വാല്യൂ നമുക്കറിയാം. tan a - bക്ക് എന്തെങ്കിലും എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫോർമുല ഉണ്ടെങ്കിൽ ആ ഫോർമുലയിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഉപകാരം. അപ്പോൾ നമുക്കറിയാത്ത അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ട്രിഗ്നോമെട്രി ഫങ്ഷൻസിൻ്റെ വാല്യൂസ് നമുക്ക് കോമ്പൗണ്ട് ആംഗിൾസ് ഉപയോഗിച്ചും കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ വേറെ രീതിയിൽ നമുക്ക് ഒരുപാട് ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? അതിൽ അഡീഷൻ ഫോർമുല ഉണ്ട്, അഡീഷൻ ഫോർമുലയും സബ്സ്ട്രാക്ഷൻ ഫോർമുലയുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ tan a - b അല്ലെങ്കിൽ a + b എന്നുള്ളതിന് ഒരു ഫോർമുല ഉണ്ട്. എന്താണ് sin a + bയുടെ ഫോർമുല നോക്കാം. sin a + b = sin a cos b + cos a sin b. അതേപോലെ cos a + b = cos a cos b - sin a sin b. tan a + b = tan a + tan b / 1 - tan a × tan b. ഇവിടെ ശ്രദ്ധിക്കുക, sin a + b ആണെങ്കിൽ sin a cos b + cos a sin b. അപ്പോൾ sin a + b or a - b ആണെങ്കിൽ a - bയുടെ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്കത് പറയാം. സോ sin a - b = sin a cos b - cos a sin b. cos a - b = cos a cos b + sin a sin b. ഇവിടെ മൈനസ് ആകുന്ന സമയത്ത് ഇവിടെ പ്ലസ് ആയിട്ടുണ്ട്. tan a - b = tan a - tan b / 1 + tan a × tan b. ഇനി നമുക്കിത് കമ്പയർ ചെയ്യാം. സബ്സ്ട്രാക്ഷൻ ഫോർമുലയും അഡീഷൻ ഫോർമുലയും എന്താണ് കമ്പയർ ചെയ്യാം. ഇപ്പോൾ നോക്കുക, sin a + b വരുന്ന സമയത്ത് sin a × cos b + cos a × sin b. അതേപോലെ sin a - b വരുന്ന സമയത്ത് sin a × cos b - cos a × sin b. അപ്പോൾ ഉള്ള ആൾക്കാർ സെയിം തന്നെയാണ്. sin a + bക്കും sin a - bക്കും ഉള്ള ആൾക്കാർ സെയിം തന്നെയാണ്. അതായത് sin a cos b പിന്നെ ഓപ്പറേഷൻ cos a sin b. ഇനി ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആവുന്നുണ്ട്, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആവുന്നുണ്ട്, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആവുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ sin a + b sin a - b പഠിക്കാൻ വേണ്ടി നിങ്ങൾ ആകെ ഒരു ഫോർമുല പഠിച്ചാൽ മതി. അതായത് sin a cos b ഡാഷ് cos a sin b. ഓക്കെ, sin a cos b ഡാഷ് cos a sin b. ഇപ്പോൾ പ്ലസ് ആണെങ്കിൽ ആ ഡാഷിലെടുത്ത് പ്ലസ് വരും, ഇനി മൈനസ് ആണെങ്കിൽ ആ സ്ഥലത്ത് മൈനസ് വരും. ആ രീതിയിൽ നമുക്കിത് ബൈ ഹാർട്ട് ചെയ്യാം. ഇനി അതേപോലെ cos a + b നോക്കാം. cos a + b cos a cos b ഡാഷ് sin a sin b. അതേപോലെ cos a - b cos a cos b ഡാഷ് sin a sin b. ഈ ഡാഷിൻ്റെ സ്ഥാനത്ത് നോക്കുക, പ്ലസ് ഉണ്ടെങ്കിൽ അവിടെ മൈനസ് ആവുന്നുണ്ട്, ഇനി മൈനസ് ഉണ്ടെങ്കിലോ അത് പ്ലസ് ആവുന്നുണ്ട്. അപ്പോൾ കോസിൻ്റെ കേസിൽ സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അതായത് പ്ലസ്സിലത് മൈനസ് ആകുന്നുണ്ട്, മൈനസിലുള്ളത് പ്ലസ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? cos a + or - b =
കോസ് എ കോസ് ബി മൈനസ് ഓർ പ്ലസ് സൈൻ എ സൈൻ ബി. അക്കാര്യം നമുക്ക് അടുത്ത സെക്ഷനിൽ പറയാൻ പറ്റും, അടുത്ത ഒരു മൊമെൻറ്റിൽ തന്നെ പറയാൻ പറ്റും. അതേപോലെ നോക്കുക ടാൻ എ പ്ലസ് ബി, ഇവിടെ ടാൻ എ ടാൻ ബി 1 മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. അതേപോലെ ടാൻ എ മൈനസ് ബി ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്, മൈനസിൻ്റെ കേസിൽ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. അപ്പോൾ ആ രീതിയിലാണ് സൈൻ ചേഞ്ച് ആവുന്നത്, ഓപ്പറേഷൻ ചേഞ്ച് ആവുന്നത്. ഇതിനെല്ലാം കമ്പൈൻ ചെയ്ത് നമുക്ക് ഒരു ഫോമുല എഴുതാം. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടി ഈസിയായ ഫോമുല. ഓക്കെ, സൈൻ എ പ്ലസ് ഓർ മൈനസ്, ഇവിടെ നമ്മൾ വായിക്കുക പ്ലസ് ഓർ മൈനസ്, ഒന്നുകിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ്. സൈൻ പ്ലസ് ഓർ മൈനസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് ഓർ മൈനസ് കോസ് എ സൈൻ ബി. അപ്പോൾ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇത് പ്ലസ്, ഇത് മൈനസ് ആണെങ്കിൽ ഇത് മൈനസ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ എഴുതിയത്. നിങ്ങൾ ഈ ഒറ്റ ഫോമുല പഠിച്ചാൽ മതി. സൈൻ എ പ്ലസ് ഓർ മൈനസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് ഓർ മൈനസ് കോസ് എ സൈൻ ബി. രണ്ടാമത്തെ ഫോമുല നോക്കുക, കോസ് എ പ്ലസ് ഓർ മൈനസ് ബി ഈക്വൽ ടു കോസ് എ പ്ലസ് ഓർ മൈനസ് ബി ഈക്വൽ ടു കോസ് എ കോസ് ബി. ഇവിടെ മൈനസ് ഓർ പ്ലസ്, മൈനസ് ഓർ പ്ലസ്. നോക്കുക, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്. അപ്പോൾ ഇവിടെ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്. സൈൻ എ സൈൻ ബി. ഓക്കെ, അതേപോലെ ടാൻ പ്ലസ് ഓർ മൈനസ് ബി ഈക്വൽ ടു ടാൻ എ പ്ലസ് ഓർ മൈനസ് ടാൻ ബി ബൈ 1 മൈനസ് ഓർ പ്ലസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. ഇവിടെ നോക്കുക, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് കൂടിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 3 ഫോമുല പഠിച്ചാൽ 6 ഫോമുല നമുക്ക് ബൈഹാർട്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്ത് തന്നെ ആയാലും പഠിക്കേണ്ട ഫോമുലാസ് തന്നെയാണ്. എക്സാമിന് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടാതെ ഹയർ സ്റ്റഡീസിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അപ്പോഴും ഇതുപോലത്തെ കാര്യങ്ങൾ കാണാനോ അല്ലെങ്കിൽ കേൾക്കാനോ ഇടയുണ്ട്. ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കുക. അതിൽ ഫസ്റ്റ് പ്രോബ്ലം, ഇഫ് കോസ് എ ഈക്വൽ ടു 3/5 ടാൻ ബി ഈക്വൽ ടു 5/12 എ ആൻഡ് ബി ആർ acute angles, find the values of sin a plus b and cos a minus b. അപ്പോൾ തന്ന വാല്യൂസ് നോക്കുക, കോസ് എയും ടാൻ ബിയും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ എ പ്ലസ് ബി ആൻഡ് കോസ് എ മൈനസ് ബി. അപ്പോൾ ആദ്യം നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് കോസ് എ പ്ലസ് ബി ഓർ സൈൻ എ പ്ലസ് ബി നോക്കാം. അത് നമ്മൾ സൈൻ എ പ്ലസ് ബി നോക്കാം. കോസ് എ മൈനസ് ബി ആണല്ലോ വേണ്ടത്. ഓക്കെ, സൈൻ എ പ്ലസ് ബി ഫോർമുല പ്രകാരം സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും. സൈൻ ആണെങ്കിൽ സൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തോളൂ. സൈൻ എ കോസ് ബി, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമുക്ക് പ്ലസ് തന്നെ എഴുതേണ്ടി വരും. പ്ലസ് കോസ് എ സൈൻ ബി. ഇതാണ് സൈൻ എ പ്ലസ് ബി എന്നുള്ളതിൻ്റെ ഫോർമുല. ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് സൈൻ എ വേണം, കോസ് ബി വേണം, കോസ് എ വേണം, സൈൻ ബി വേണം. ഓക്കെ, നമുക്ക് തന്നത് ആകെ കോസ് എ മാത്രമാണ്. അപ്പോൾ ഈ കോസ് എ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. കോസ് എ ഉപയോഗിച്ച് നമ്മൾ സൈൻ എ കണ്ടുപിടിക്കണം. അതേപോലെ ടാൻ ബി ഉപയോഗിച്ചിട്ട് നമ്മൾ കോസ് ബിയും സൈൻ ബിയും കണ്ടുപിടിക്കണം. നോക്കുക, എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക. കോസ് എ തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് സൈൻ എ പറയാൻ പറ്റും. സോ കോസ് എ ഈക്വൽ ടു, കോസ് അല്ല, നമുക്ക് ഡയറക്റ്റായിട്ട് സൈൻ എ എഴുതാം, നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണല്ലോ. സോ സൈൻ എ ഈക്വൽ ടു √1 മൈനസ് കോസ് സ്ക്വയർ. ഈ ഫോമുല അറിയാലോ, കാരണം സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് സൈൻ എ നമുക്ക് √1 മൈനസ് കോസ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു √1 മൈനസ് കോസ് എന്ന് വെച്ചെങ്കിൽ 3/5 ആണ്. സോ കോസ് സ്ക്വയർ എന്ന് പറയുന്നത് 3/5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √1 മൈനസ് 9/25. ഈ രീതിയിൽ നമുക്കിതിനെ എഴുതാൻ പറ്റും. ഇനി എന്താണ് 1 മൈനസ് 9/25? അതും നമ്മൾ പലതവണ ചെയ്തൊരു രീതിയിലാണ് ചെയ്യേണ്ടത്, അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. സോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ 1ൻ്റെ ഇടയിൽ ഒരു 1 കൂടി ഇടുക. അതിനുശേഷം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 25 × 1 25 മൈനസ് 1 × 9 9/1 × 25. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഈക്വൽ ടു √1 × 25 25 മൈനസ് 1 × 9 9/1 × 25 is 25. So 25 minus 9 is
16/25. അപ്പോൾ √16/25 എന്ന് കിട്ടും. √16/25 പ്ലസ് ഓർ മൈനസ് 4/5 ആണ്. √16 എന്ന് വെച്ചെങ്കിൽ 4 ആണ്, √25 എന്ന് വെച്ചെങ്കിൽ 5 ആണ്. അപ്പോൾ അത് നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ടാവും. ഒന്നിക്കിൽ -4/5 ഉണ്ടാവും, അല്ലെങ്കിൽ +4/5 ഉണ്ടാവും. അപ്പോൾ രണ്ട് ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇതിൽ ഒരു ആൻസർ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് ഏത് ആൻസറാണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, അതായത് എ ആൻഡ് ബി ആർ അക്യൂട്ട് ആംഗിൾസ്. ഇത് വെറുതെ തന്നതല്ല, ആവശ്യത്തിന് തന്നതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ അക്യൂട്ട് ആംഗിൾസ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾസ് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണ് നോക്കുക. അപ്പോൾ അക്യൂട്ട് ആംഗിൾസ് ആയതുകൊണ്ട് ഇതൊക്കെ എവിടെയുള്ളത്, ഈ എയും ബി ഒക്കെ ഉള്ളത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ സൈൻ, കോസ്, ടാൻ ഒക്കെ പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറിൽ രണ്ട് വാല്യൂസ് കിട്ടും. 4/5 വരുന്നത് +or-4/5 ആണ്. അപ്പോൾ ഒന്നിക്കൽ അത് -4/5 ഓർ +4/5. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എടുക്കാൻ പറ്റുള്ളൂ, +4/5 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സിൻസ് ഇറ്റ് ഈസ് എ ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. സിൻസ് എ ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു വാല്യൂ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സൈനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കിട്ടി നോക്കാം. കോസെ കിട്ടി, സൈനെ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ ബിയും കോസ് ബിയും ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ തന്നിട്ടുള്ളത് ടാൻ ബി മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ടാൻ ബി ഉപയോഗിച്ചിട്ട് നമ്മൾ സീക്ക് ബി കണ്ടുപിടിക്കുന്നു. ഓക്കെ, സോ നമുക്കറിയാം സീക്ക് സ്ക്വയർ, വി നോ ദാറ്റ്, അത് എഴുതാം. വി നോ ദാറ്റ് sec square b equal to 1 plus tan square b implies എന്ന് നമുക്ക് എന്ത് കിട്ടും, sec b equal to √1 plus tan square b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു √1 plus tan b എന്താണെന്ന് നോക്കുക. tan ബിയുടെ വാല്യൂ 5/12 ആണ്. സോ tan square ബിയുടെ വാല്യൂ 5/12 whole square. 5/12 whole square equal to the √1 plus 5 square is 25/12 square is 144. ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ബൈ 1 ഇട്ടിട്ട് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് വരും, √144 × 1 144 പ്ലസ് 1 × 25 25 ബൈ ഡിനോമിനേറ്ററിൽ 1 × 144 ഈസ് 144. സോ √144 പ്ലസ് 25 എന്ന് പറയുന്നത് 169 ആയിരിക്കും. 169 ആയിരിക്കും. സോ √169 ബൈ √144. അപ്പോൾ ഇതായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഇനി നോക്കുക, ഇതെന്താ, ഈ √169 എന്ന് പറയുന്നത് 13 ആണ്. സോ നമുക്ക് 13 കിട്ടും. ഡിനോമിനേറ്ററിൽ 144 എന്ന് പറയുന്നത് 144ൻ്റെ സ്ക്വയർ റൂട്ട്. സോ ഇറ്റ് ഈസ് 12. അത് 13 × 13 169 ആണ്. അതേപോലെ 12 × 12 144 ആണ്. അപ്പോൾ √144 എന്ന് പറയുന്നത് 12 ആയിരിക്കും. √169 എന്ന് പറയുന്നത് 13 ആയിരിക്കും. അപ്പോൾ ഇവിടെയും രണ്ട് സാധ്യതകളുണ്ട്. ഒന്നുകിൽ അത് പ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് മൈനസ് ആയിരിക്കും. പക്ഷേ ഇത് ബി എന്ന് പറഞ്ഞ ആംഗിൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് എന്ത് തന്നെ ആയിരിക്കും, അത് പോസിറ്റീവ് ആയിരിക്കും അല്ലേ. സോ ബി ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ സി ബി ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ് ബി ആണ്. സോ കോസ് ബി ഈക്വൽ ടു 1/sec b equal to 12/13. 12/13 ആണ് കോസ് ബിയുടെ വാല്യൂ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഞാൻ ബബിൾ ചെയ്യാണ്, ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നോക്കുക, ഇനി എന്താ വേണ്ടത് നോക്കുക. കോസ് ബി കിട്ടി,
ഇനി കണ്ടുപിടിക്കേണ്ടത് സൈൻ ബി ആണ്. സൈൻ ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോസ് ബിയും ടാൻ ബിയും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സൈൻ ബി ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് ഐഡൻറ്റിറ്റിയുടെ 1 മൈനസ് കോസ് സ്ക്വയർ ബി എന്നുള്ള ഫോമുല ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കറിയാം വി നോ ദാറ്റ് ടാൻ ബി ഈക്വൽ ടു സൈൻ ബി ബൈ കോസ് ബി. ഇനി കോസ് ബിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കോസ് ബി ഇൻറ്റു ടാൻ ബി ഈക്വൽ ടു സൈൻ ബി എന്ന് കിട്ടി. അപ്പോൾ സൈൻ ബി നമുക്ക് ഇങ്ങനെ എഴുതാം. സോ സൈൻ ബി ഈക്വൽ ടു ടാൻ ബി ഇൻറ്റു കോസ് ബി. സോ ടാൻ ബിയുടെ വാല്യൂ നോക്കുക. ടാൻ ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത് 5/12 ആണ്. 5/12 ഇൻറ്റു കോസ് ബിയുടെ വാല്യൂ 12/13 ആണ്. 12/13 12 12/13. സോ 12 12 വെട്ടിക്കളയാം. ബാക്കി എന്തുണ്ട്? 5/13 ഉണ്ട്. അപ്പോൾ സൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അതും കൂടി ബബിൾ ചെയ്യാം. അപ്പോൾ വേണ്ട എല്ലാ റിസൾട്ടും നമുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഫോമുലയിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഞാൻ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോമിലേക്ക് അപ്ലൈ ചെയ്യാണ്. സോ സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു നമ്മളെ റൂൾ പ്രകാരം സൈൻ എയുടെ വാല്യൂ കിട്ടിയിട്ടുള്ളത് സൈൻ എ ഈസ് 4/5 ഇൻറ്റു കോസ് ബിയുടെ വാല്യൂ 12/13 മൈനസ് അല്ല പ്ലസ് അല്ലേ. സോ പിന്നെന്താ വേണ്ടത്? കോസയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് തന്നതാണ് ചോദ്യത്തിൽ 3/5 ആണ്. ഇൻറ്റു ഇനി വേണ്ടത് സൈൻ ബി 5/13. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ആൻസർ കിട്ടുക. നോക്കാം. ഇനി നമ്മൾ രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ആണ്. സോ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഈക്വലായിട്ട് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 4 × 12 ഈസ് 48 ബൈ ഡിനോമിനേറ്ററിൽ 5 × 13 ഈസ് 65 പ്ലസ് ഇതേപോലെ ഇവിടെയും ചെയ്യാം. 3 × 5 is 15 ബൈ ഡിനോമിനേറ്ററിൽ 5 × 13 ഈസ് അഗെയിൻ 65. അപ്പോൾ 48/65 പ്ലസ് 15/65 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ രണ്ടിനെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ 48 + 15/65. സോ ഇതിൻ്റെ ആൻസർ എന്ത് വരും? 63/65. ഇതാണ് സൈൻ എ പ്ലസ് ബി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇനി ചോദ്യത്തിൽ ഒരു ഭാഗം കൂടിയുണ്ട്, കോസ് എ മൈനസ് ബി. അതുകൂടി കണ്ടുപിടിക്കാം. കോസ് എ മൈനസ് ബി ഈക്വൽ ടു നമ്മളുടെ ഫോമുല പ്രകാരം കോസ് എ മൈനസ് ബി എന്താണ്? അത് നമുക്ക് റെഡിൽ എഴുതാം. പഠിക്കേണ്ട ഫോമുലയാണല്ലോ. കോസ് എ മൈനസ് ബി ഈക്വൽ ടു കോസ് വരുന്ന സമയത്ത് ആദ്യം കോസിൻ്റെ എല്ലാ സാധനങ്ങളും എഴുതാം. സോ കോസ് എ കോസ് ബി, ഇവിടെ മൈനസ് ആയതുകൊണ്ട് പ്ലസ് എഴുതുക. അതിനുശേഷം സൈൻ്റെ ബാക്കിയുള്ള ടേംസ് എഴുതാം. സൈൻ എ സൈൻ ബി. ഇങ്ങനെയാണ് കോസ് എ മൈനസ് ബിയുടെ ഫോമുല. കോസ് എ പ്ലസ് ബി ആകുന്ന സമയത്ത് ഇവിടെ പ്ലസ് വരുന്നേ ഉള്ളൂ, ഇവിടെ മൈനസ് വരുന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഈക്വലാണ്. ഇനി നമ്മൾ ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം കോസ് ബിയുടെയും സൈൻ ബിയുടെ എല്ലാ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പണി ചെറുതാണ്. എന്താണ്? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. നോക്കുക. സോ കോസയുടെ വാല്യൂ തന്നതാണ്. കോസയുടെ വാല്യൂ എന്ന് പറയുന്നത് 3/5 ആണ്. ഓക്കെ, 3/5. ഇനി കോസ് ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. കോസ് ബിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 12/13 പ്ലസ് സൈൻ എയുടെ വാല്യൂ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കിട്ടിയിട്ടുള്ളത് 4/5. ഇനി വേണ്ടത് സൈൻ ബിയുടെ വാല്യൂ ആണ്. സൈൻ ബിയുടെ വാല്യൂ 5/13. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3 × 12 36 ബൈ ഡിനോമിനേറ്ററിൽ 5 × 13 ഈസ് അഗെയിൻ 65 പ്ലസ് 4 × 5 20
ബൈ 5 ഇൻറ്റു 13 65. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്, ന്യൂമറേറ്റർ മാത്രം ഓപ്പറേറ്റ് ചെയ്താൽ മതി. ഡിനോമിനേറ്റർ സെയിം ആയ സമയത്ത് ആദ്യം നമ്മൾ ഡിനോമിനേറ്റർ എഴുതുന്നു. ന്യൂമറേറ്ററിൽ നോക്കാം, 36 പ്ലസ് 20. 36 plus 20 is 56 by 65. So this is our cos A minus B. ഈ രീതിയിലാണ് ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.